നമ്മളിപ്പോൾ മെറ്റയെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്ക് സക്കംബർഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അതേ മെറ്റയുടെ അണ്ടറിൽ വരുന്നതാണ് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് എന്ന് പറയുന്നത്. എന്നാൽ നേരത്തെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും മറ്റ് കമ്പനികളിലായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഈ സക്കംബർഗ് അല്ലെങ്കിൽ മെറ്റയുടെ കീഴിലേക്ക് കൊണ്ടുവന്നതാണ് 2012, 2014 ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഈ ഒരു മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഈ 3 പ്ലാറ്റ്ഫോമും ഒന്നിച്ച് മെറ്റ എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ വളർച്ചയിലേക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ വന്നത്. എന്നാൽ ലീഗലി ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെറ്റയുടെ അണ്ടറിൽ നിന്നും ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോകുന്നു അല്ലെങ്കിൽ മാറുന്നു. അതിൻ്റെ പേരിലുള്ള പ്രശ്നം കോർട്ടിലേക്ക് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഈ മെറ്റയിൽ നിന്നും പുറത്താകും. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലും ഇത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആഡ് റൺ ചെയ്യുന്നത് മെറ്റ ആഡ്സ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് അറ്റ് എ ടൈം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആഡ് റൺ ചെയ്യുന്നു. ഇത് സെപ്പറേറ്റ് ആകുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫെസിലിറ്റീസിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബിക്കോസ് അത് രണ്ടും രണ്ട് കമ്പനികളിലേക്ക് പോകുമ്പോഴത്തേന് അതിലുള്ള ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ വാട്സപ്പിലേക്കുള്ള ട്രാഫിക്കുകൾ, അതിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസൊക്കെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഇതിൻ്റെ ആ ഒരു കേസിലുള്ള ആ ഒരു അന്തിമ തീരുമാനം അനുസരിച്ചായിരിക്കും അതിലേക്ക് അവിടെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഇനി ഈ ഒരു കേസിൽ നമുക്കതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം കൂടുതലും മെറ്റയിലൂടെയാണ് നമ്മൾ കൂടുതലും ലീഡ്സുകൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ട ഗ്രോത്തുകൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൂടുതലും ആളുകൾ ഫേസ്ബുക്കിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പം ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് സമയം ചിലവഴിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇപ്പം അതിലേക്കാണ് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു മാർക്കറ്റ് വളരെയധികം കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് ഏതായാലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ പോകുന്നതായിട്ട് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കിനി കണ്ടറിയാം.